എൻ ഹൃദയ സിംഹാസനത്തിൽ വാഴും രാജാവേ, സ്വർഗവും ഭൂമിയും നിൻ മഹിമ പാടിടുന്നു. എന്നെന്നും സ്തുതി അങ്ങേക്ക് ആരാധനേ. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഹൃദയ സിംഹാസനത്തിൽ വാഴും രാജാവേ, സ്വർഗവും ഭൂമിയും നിൻ മഹിമ പാടിടുന്നു. എന്നെന്നും സ്തുതി അങ്ങേക്ക് ആരാധനേ. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. മറിയത്തിന്റെ ആത്മീയതയെ ധ്യാനിക്കാൻ, മനസ്സിലാക്കാൻ ഈ ഒറ്റ വാക്യം മതി. ജസ്റ്റ് വൺ സെന്റൻസ്. അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. മറിയത്തിന്റെ ആഗ്രഹം നമ്മൾ ഈശോയിലേക്ക് നോക്കണം, ഈശോയെ കേൾക്കണം എന്നായിരിക്കെ നമ്മുടെ നോട്ടം ഈശോയെ മറന്നിട്ട് മറിയത്തിലേക്ക് തിരിഞ്ഞാൽ ഏറ്റവും അധികം സങ്കടപ്പെടുക മറിയം നമ്മുടെ അമ്മ തന്നെ ആയിരിക്കുമെന്ന് ഓർത്തേക്കണേ. അനുസരിച്ച് കഴിയുമ്പോൾ നീ അത്ഭുതം കാണും. അഭിമാനമായി വാഴും മരിയാമ്പികേ, നീരിൻ തിരിനാളമായി വരണേ അകതാരിൽ നീ. അപമാനഭാരം പേറുന്ന എൻ അതിലോലഹൃത്തിൽ നീ ചേരണേ. ആശ്വാസമായി അമലേ വരൂ. ആരിൻ അഭിമാനമായി വാഴും മരിയാമ്പികേ. നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അവൻ അങ്ങനെ പറഞ്ഞത് എന്തെന്ന് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 49-50 തിരുവചനങ്ങൾ. നാം കേൾക്കുന്ന വാക്കുകൾ കാതുകളെക്കാളും ഉപരി ഹൃദയം കൊണ്ട് കേൾക്കാൻ ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നില്ലേ? അതുവഴി മാത്രമേ നമുക്ക് അതിൻ്റെ ആന്തരിക സത്യം ഗ്രഹിക്കാനാവൂ എന്നും പരിശുദ്ധ അമ്മേ മാതാവേ, അനുദിന ജീവിതത്തിൽ ഞങ്ങൾ കേൾക്കുന്ന, ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാത്ത ദൈവിക വചനങ്ങളെ ഹൃദയത്തിൽ സൂക്ഷിച്ച് സാവധാനം ഗ്രഹിച്ചറിയുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ.